എന്താണ് ഇതിന് കാരണം? അതിന്റെ മൂല കാരണം കണ്ടെത്തി നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ ഇനിയും ഈ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. നിക്കാഹ് കഴിയുമ്പോൾ എല്ലാവരും ചെയ്യാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമാഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ദാമ്പത്യത്തിലും നിങ്ങളുടെ ഈ നിക്കാഹിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എന്താണ് അതിന്റെ അർത്ഥം? വിവാഹിതരായ ദമ്പതികൾക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് അല്ലാഹുവിന്റെ ബർക്കത്താണ്. ആ ബർക്കത്ത് വിവാഹത്തിൽ ഉണ്ടാകണം, വിവാഹാനന്തര ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഏത് നിക്കാഹിലാണ് ഏറ്റവും കൂടുതൽ ബർക്കത്ത് ഉണ്ടാകുക? അഅ്ളമൻ നിക്കാഹി ബറക ഐസറുഹുന്ന മുഅ്മിനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും കൂടുതൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുന്ന നിക്കാഹ് ഏറ്റവും ചെലവ് കുറഞ്ഞ നിക്കാഹിലാണ്. ഏറ്റവും ചെലവ് കുറച്ച് നടത്തുന്ന നിക്കാഹിലായിരിക്കും പടച്ചവന്റെ ബർക്കത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. നിങ്ങൾ നിക്കാഹ് ഓഡിറ്റോറിയം വലുതാക്കുന്തോറും ബർക്കത്ത് കുറയും, ചെലവ് കൂടുന്തോറും അല്ലാഹു അതിന്റെ ബർക്കത്ത് കുറയ്ക്കും. നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ ആളുകളെ വിളിച്ച് ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏറ്റവും നല്ല കലാപരിപാടികളോടുകൂടി നടത്തി കഴിഞ്ഞാലാണ് ബർക്കത്ത് ഉണ്ടാകുക. അങ്ങനെയുള്ള സദസ്സിലൊന്നും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവില്ല. നിക്കാഹ് നടത്തിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഫാത്തിഹ ഓതി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതൊന്നും പടച്ചവന്റെ അടുക്കൽ ഉണ്ടാവില്ല. അവിടെയൊന്നും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കിടക്കില്ല. അല്ലാഹുവിന്റെ ദീൻ നിരോധിച്ച കാര്യങ്ങൾ എവിടെ നടക്കുന്നോ അവിടെയൊന്നും പടച്ചവന്റെ ബർക്കത്ത് ഉണ്ടാവില്ല, അവിടെയൊന്നും റഹ്മത്തിന്റെ മാലാഖമാർക്ക് പ്രവേശനം ഉണ്ടാവില്ല. അതാണ് അടിസ്ഥാന പ്രശ്നം. നിക്കാഹ് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അല്ലിഹ് ബൈനഹുമാ കമാ അല്ലഫ്ത ബൈന സയ്യിദിനാ മുഹമ്മദിൻ വഅസ്വാജിഹി ത്വാഹിറാത്തി. പടച്ചവൻ ഈ ദമ്പതികൾക്കിടയിൽ മുഹമ്മദ് നബിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യമാർക്കിടയിൽ യോജിപ്പിച്ചതുപോലെ യോജിപ്പിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന എങ്ങനെയാണ്? എന്തായിരുന്നു അവരുടെ ഇടയിലുള്ള യോജിപ്പ്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് പ്രവാചകൻ ആ കിടത്തത്തിൽ ഉറങ്ങിപ്പോയി. ആയിഷ ബിവി കുറച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ട് കണ്ണീര് വീഴ്ത്താൻ തുടങ്ങി. ആയിഷ ബിയുടെ കണ്ണീര് പ്രവാചകന്റെ ശരീരത്തിലേക്ക് വീണപ്പോൾ പ്രവാചകൻ ഉണർന്നു. അവിടെ നിന്ന് ചോദിച്ചു, അഹസിൻതി, എന്താ നിനക്ക് പ്രയാസമായ ആയിഷ? ആയിഷ എന്ന് പോലും അല്ല വിളിച്ചത്, ആയിഷ്. പ്രവാചകന്റെ പേര് വിളിക്കുന്നതിൽ പോലും ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ആയിഷ എന്ന് തികച്ചു വിളിക്കില്ല, ആയിഷ് എന്നാ വിളിക്കുക. എന്താ നിനക്ക് ദുഃഖമായി പോയോ? നീ കുറെ നേരം എന്നോട് സംസാരിക്കണം വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ, ഞാൻ ഉറങ്ങിപ്പോയപ്പോൾ നിനക്ക് വിഷമമായി പോയി അല്ലേ? ആയിഷ ബി പറഞ്ഞ മറുപടി, റസൂലേ, യാ റസൂലല്ലാഹ്, ഞാൻ ഓർത്തത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ എന്റെ മടിയിൽ തലവച്ചങ്ങി കിടക്കുന്ന കിടത്തുണ്ടല്ലോ, എനിക്കൊരു ആഗ്രഹമുണ്ട് സ്വർഗത്തിലും ഇങ്ങനെ കഴിക്കണം. ഞാനിങ്ങനെ കാല് നീട്ടിയിരുന്നിട്ട് അങ്ങനെ എന്റെ മടിയിൽ തലവെച്ച് സ്വർഗത്തിലും ഇരിക്കണം. അതിന് കഴിയുമോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു. ഇങ്ങനെ യോജിപ്പിക്കാനാണ് നമ്മൾ ദ്വാരക്കുന്നത്. ഈ ദ്വാരന്നിട്ട് മാസങ്ങൾ കഴിയുമ്പോൾ അവർ തമ്മിൽ തലാഖിന് വേണ്ടി ആവശ്യപ്പെട്ട് പരാതിയുമായി വരികയാണ്. എന്താണ് കുഴപ്പം? കുഴപ്പം നിക്കാഹിലെ പ്രശ്നമാണ്. ചില നിക്കാഹുകൾ കഴിയുമ്പോൾ നമുക്കെല്ലാം ബോധ്യപ്പെടും, എനിക്ക് തോന്നാറുണ്ട് ഇത് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ. ചില നിക്കാഹിന്റെ സദസ്സുകൾ കണ്ടാൽ നമുക്ക് തന്നെ ബോധ്യപ്പെടും. കാരണം ആ സദസ്സിൽ ഒരു റഹ്മത്തിന്റെ മലക്ക് പോലും വന്നിട്ടുണ്ടാവില്ല. അത്ര മലീമസമായിരിക്കും, അത്ര വൃത്തികെട്ടതായിരിക്കും ആ നിക്കാഹിന്റെ സദസ്സ്. എന്നിട്ട് നിക്കാഹ് കഴിഞ്ഞ് മുഹമ്മദ് നബിയുടെ ഭാര്യമാരുടെ യോജിപ്പിച്ചതുപോലെ യോജിപ്പിക്കാൻ പറഞ്ഞാൽ പടച്ചവൻ യോജിപ്പിക്കില്ല.